നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. കേരള ഹൈക്കോടതി ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 36ഓളം ഒഴിവുകളിലേക്ക് 50,200 രൂപ വരെ പ്രതിമാസ ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ ലുലുവിലെ ചില അവസരങ്ങൾ, അല്ലെങ്കിൽ സൈലത്തിലേക്ക് അധ്യാപകരുടെ ചില അവസരങ്ങൾ, അക്കൗണ്ടിംഗ് മേഖലയിലെ ചില അവസരങ്ങൾ, എന്തിന് നാഷണൽ ഡിഫൻസ് അക്കാഡമി അല്ലെങ്കിൽ നേവൽ അക്കാഡമിയിലേക്കൊക്കെയുള്ള ഒരു അവസരം, കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ അക്കൗണ്ടിംഗ് മേഖലയിലെ 2 റിക്രൂട്ട്മെന്റുകളെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം. ആദ്യത്തെ അവസരം ഇന്റർവെൽ എന്ന കമ്പനിയാണ്. ഇവര് ഈ ഓൺലൈനിലൂടെയൊക്കെ ട്രെയിനിങ് നൽകുന്ന ഒരു സ്ഥാപനമാണ്. ഇവരുടെ മലപ്പുറത്തേക്ക് ഇവര് അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫ്രഷേഴ്സിനും ഒരു 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. ബാച്ചിലേഴ്സ് ഇൻ കൊമേഴ്സ്, അതായത് ബികോംകാർക്കൊക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. പ്രാക്ടിക്കൽ നോളജ് സോഹോ ബുക്കിൽ കാണണമെന്നും അനാലിറ്റിക്കൽ സ്കില്ല്, കമ്പ്യൂട്ടർ ലിറ്ററസി, പ്രത്യേകിച്ച് എക്സലും ഗൂഗിൾ ഷീറ്റും ഒക്കെ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സാലറിയോടൊപ്പം ഫ്രീ അക്കോമഡേഷനും ലഭ്യമാകും. രണ്ടാമത്തെ അവസരം സ്കൈമാർക്ക് എന്ന കമ്പനിയിലേക്കാണ്. സ്കൈമാർക്ക് എഡ്യൂക്കേഷൻ, അത് കോഴിക്കോടാണ് അവസരങ്ങളുള്ളത്. ഇവരും അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഫീമെയിൽസിനായിരിക്കും ഇവർ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെയും ക്വാളിഫിക്കേഷൻ ബികോം ആണ്. ഫ്രഷേഴ്സിനും ഒരു 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും, അത് ടാലിയിലും GSTയിലും ഒക്കെ നോളജ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഈ 2 വേക്കൻസിക്കും അപേക്ഷിക്കുവാനായിട്ട് jobsbridge.com എന്ന സൈറ്റിൽ പോകാം. അവിടെ പോയിട്ട് അതാത് കമ്പനികളുടെ പേര് പറഞ്ഞ് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അല്ലെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അടുത്ത അവസരം പാലക്കാടുള്ള ഇൻഡസ്ട്രിയൽ റോബോട്ടിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഇവര് 2013 ഈ അപ്ലൈഡ് റിസർച്ച് ഇൻ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ മേഖലയിലെ റിസർച്ചിനും ട്രെയിനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവര് ഏതാണ്ട് 10ഓളം റോബോട്ടിക്സ് ട്രെയിനേഴ്സിനെ ഇപ്പോൾ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പം മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. ഈ സെലക്ട് ആയാൽ നിങ്ങളുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഈ റോബോട്ടിക്സ്, അതേപോലെ ഇലക്ട്രോണിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പ്രോഗ്രാമിങ്, ഈ മേഖലയിലൊക്കെ പ്രാക്ടിക്കൽ ട്രെയിനിങ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ BTech, MTech, BSc അല്ലെ MSc അല്ലെ ഡിപ്ലോമക്കാർക്കൊക്കെ അപേക്ഷിക്കാം. പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, EEE, മെക്കാനിക്കൽ, മെക്കട്രോണിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഈ മേഖലയിൽ നിന്നുള്ളവരാകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ജോബ് ലൊക്കേഷന് തൃശ്ശൂരുണ്ട്, മലപ്പുറമുണ്ട്, കോഴിക്കോടുണ്ട്, എറണാകുളം ജില്ലകളിലുണ്ട്. അതേപോലെ തന്നെ പാക്കേജ് ഒരു 15,000 മുതൽ 20,000 രൂപ വരെ പെർ മന്ത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ ട്രാവലിംഗ് അലവൻസും അക്കോമഡേഷനും ഒക്കെ ലഭ്യമാകും. 10 മുതൽ 4 വരെ ജോലി ചെയ്താൽ മതിയാകും. അപ്പം 2 വീലേഴ്സ് ഉള്ള, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, ടീച്ചിങ് സ്കില്ലുള്ളവർക്ക് പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 10 ഒഴിവുകളാണുള്ളത്. അപ്പോൾ ഈ ഒരു അവസരത്തിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് സൈലം ഒരുപക്ഷെ നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരു എൻട്രൻസ് കോച്ചിങ് സെൻ്ററാണ്. സൈലത്തിലേക്ക് ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് പരിശോധിക്കാം. ഇവര് ഈ നീറ്റ്, അതേപോലെ JEE ഫൗണ്ടേഷൻ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യങ് ഫാക്കൽറ്റികളെ, അധ്യാപകരെ, യങ്സ്റ്റേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കെമിസ്ട്രി, ഫിസിക്സ്, ബോട്ടണി, സുവോളജി, മാത്സ്, ഈ മേഖലയിൽ നല്ല നോളജ് ഉള്ളവർക്കാണ് അവസരം. അപ്പോൾ അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ഡീറ്റെയിൽസ് ഉണ്ട്, അത് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അടുത്ത അവസരം നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമിയിലാണ്. NDA എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞങ്ങൾക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരു അവസരമായിരിക്കും. ഇന്ത്യയിലെ ഡിഫൻസിലേക്ക് എത്തുവാനുള്ള അവസരമാണ്. അപ്പോൾ ഈ ഒരു നാഷണൽ ഡിഫൻസ് അക്കാഡമി, നേവൽ അക്കാഡമിയിലേക്ക് വേണ്ടിയിട്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇത് പുരുഷന്മാർക്ക്, വനിതകൾക്കുമാണ്, പക്ഷേ അവിവാഹിതരായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 12ാം ക്ലാസ് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത്. എയർഫോഴ്സ്, നേവി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നവർ 12ാം ക്ലാസ്സിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ പഠിച്ചിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രായം 2005 ജനുവരി 2-നും 2008 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിങ്ങളിൽ വെച്ച് ഈ NDAയുടെ പരീക്ഷ കേന്ദ്രം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് ജൂൺ 6-ാം തീയതി വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ UPSCയുടെ സൈറ്റ് ഉണ്ട്, upsc.gov.in.
ഈ വെബ്സൈറ്റ് സന്ദർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ലുല്ലുവിൽ ലഭ്യമായിരിക്കുന്ന ഒരു അവസരം ഒന്ന് പരിശോധിക്കാം. ലുല്ലു കോയമ്പത്തൂർ ഉള്ള അവരുടെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ ഇൻചാർജ് എന്ന തസ്തികകളിലായിരിക്കും അവസരങ്ങളുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇലക്ട്രിക്കൽ, അതുപോലെ മൊബൈല്, IT, ഹോം ഫർണിഷിംഗ് ഈ മേഖലയിലൊക്കെ ഒരു 3 years എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയുക. ഗ്രാജുവേഷനോ MBA ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് കേരള ഹൈക്കോടതിയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. നാം അറിയുന്ന പോലെ ഹൈക്കോർട്ട് ഓഫ് കേരള കൊച്ചിയിലാണുള്ളത്. അപ്പോൾ അവിടേക്ക് ഏതാണ്ട് 34 ഒഴിവുകളിലേക്ക് ഓഫീസ് അറ്റൻഡന്റ് എന്ന തസ്തികയിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. എൻ്റെ റിക്രൂട്ട്മെന്റ് നമ്പർ 9/2024 ഓഫീസ് അറ്റൻഡന്റ്. അതിൻ്റെ പേ സ്കെയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. 23,000 മുതൽ 50,200 വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പോൾ 34 ഒഴിവുകളാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ കൂടിയേക്കാം അല്ലെങ്കിൽ കുറഞ്ഞേക്കാം. സാധാരണഗതിയിൽ 34 ഒഴിവുകൾ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും. അതിൻ്റെ ഏജ് ലിമിറ്റ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. 2/1/1988 1/1/2006 ഇടയിൽ ഈ ദിവസങ്ങൾ ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. പിന്നെ SC/ST അങ്ങനത്തെയൊക്കെ കാറ്റഗറിക്ക് കുറേ റിലാക്സേഷൻ ഉണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? ഷുഡ് ഹാവ് പാസ്ഡ് SSLC, 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. എന്നാൽ ഡിഗ്രി ഉള്ളവർ അപേക്ഷിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി ഒക്കെ പഠിച്ചിട്ട് പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, അല്ലെ 10ാം ക്ലാസ്സോ +2 ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. എങ്ങനെയായിരിക്കും സെലക്ഷൻ ഒരു റിട്ടൺ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും. റിട്ടൺ ടെസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അത് 75 മിനിറ്റ് ഡ്യൂറേഷനുള്ള OMRൽ ആൻസർ ചെയ്യുന്ന ഇതായിരിക്കും. 4 ടോപ്പിക്സ് ആയിരിക്കും ഉണ്ടാവുക. 100 മാർക്കായിരിക്കും. ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, അതേപോലെ ന്യൂമറിക്കൽ എബിലിറ്റി, മെൻ്റൽ എബിലിറ്റി, അതേപോലെ ജനറൽ ഇംഗ്ലീഷ്, ഇത്രയും ചോദ്യങ്ങളായിരിക്കും വരിക. ഇത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ, അത് 10 മാർക്കിൻ്റെ ഇൻ്റർവ്യൂവും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷൻ വരിക. അവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് 500 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. എക്സാം സെൻറ്റേഴ്സ് തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ഈ നഗരങ്ങളിൽ വെച്ചായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇവരുടെ സൈറ്റിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കൂടെ ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് 5/6 അതായത് ജൂൺ 5-ാം തീയതി മുതലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാവുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 2-ാം തീയതി വരെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഫീസൊക്കെ അടയ്ക്കണം. അത് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് 5-7 ജൂലൈ 5-ാം തീയതി വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കുക, കേരളത്തിലെ ഹൈക്കോടതിയിൽ എറണാകുളത്ത് ഏതാണ്ട് 36 ഒഴിവുകളിൽ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ് സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കൃത്യമായ കാര്യങ്ങൾ, അതായത് കമ്പനികളുമായി ബന്ധപ്പെട്ടോ അല്ലെ അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനൊക്കെ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. എന്നാൽ ഹൈക്കോടതിയിലേക്ക് റിക്രൂട്ട്മെന്റിന് 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് എന്നുള്ള കാര്യം അറിയുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ jobspreach.com നമ്മുടെ ജോബ് സൈറ്റാണ്, അത് സന്ദർശിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.